ഒരു വീക്കിൽ 5 ദിവസം വീടിൻ്റെ അകത്തിരുന്നിട്ട് 6ാമത്തെ ദിവസാട്ടോ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാറ്. ഇവിടെ ഫ്രൈഡേ ആല്ലോ ഹസ്ബൻഡിന് ലീവ്. അപ്പോൾ ആ ഫ്രൈഡേ ആണ് നമ്മൾ പോയിട്ട് ഗ്രോസറി ഷോപ്പിങ്ങും ബാക്കി എല്ലാ ഷോപ്പിങ്ങും ചെയ്യാറ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കയറാറ് അൽക്കുത്ത് മോളിലാണ്. നല്ല രസമാണ് ആ മോള് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ മോളിൽ നിന്ന് ഇതേ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ സൈഡാണ്. സൈഡ് വ്യൂസും പിന്നെ ഓൾഡ് ബിൽഡിങ്സും ഓൾഡ് അൽക്കൂത്ത് മാള് പണ്ടത്തെ അൽക്കൂത്ത് മാളും ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ്. നല്ല രസം അപ്പുറത്തെ സൈഡ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെന്താ പറയുക ഇങ്ങനെ പഴയ പൈതൃകം വിളിച്ചോതുന്ന ബിൽഡിങ്സും കാര്യങ്ങളും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സൈഡാണ്. കണ്ടില്ലേ പഴയ ഒരു മോഡലിലാണ് ഇവിടെ എല്ലാതും ചെയ്തുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. എനിക്കിഷ്ടം അങ്ങനത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ വ്യൂ, ആ സൈഡ് വ്യൂ ആണ് കാണുന്നത്. നല്ല രസമാണ് ആ സൈഡ് കാണാൻ വേണ്ടിയിട്ട്. ആ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് നമ്മളിത് ഈ ഭാഗത്തേക്ക് എത്താം. ഈ ഭാഗത്തേക്ക് എത്തി നമ്മളിവിടുത്തെ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ മറ്റേ വാട്ടർ ഫൗണ്ടെയിൻ്റെ ഒരു ഷോ പോലെ നടക്കുന്നുണ്ട്. വാട്ടർ ഷോ പോലെ എല്ലാം 1 മണിക്കൂർ ഇടവിട്ടിട്ടാണ് നടക്കാറ്. അപ്പോൾ നമ്മൾ വേഗം അവിടേക്ക് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും അത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ നമ്മൾ ഓടിച്ചെന്ന് വീഡിയോ എടുക്കുമ്പോൾ കഴിഞ്ഞത് കാണാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ടവറിലേക്ക് പോകാമെന്ന്. ഈ ടവറിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റി ഫുള്ള് കാണാമെന്നാണ് പറയണത്. ഈ ടവർ തന്നെ 3 നിലയിൽ ഈ ടവർ ഉള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് ചെന്ന് ആദ്യത്തെ ആ ഒരു നിലയിലെത്തിയപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാലും കുറച്ചിങ്ങനെ നല്ല ഒരു വ്യൂ തന്നെയാണ്. എവിടെ നിന്നാലും ഒരു നല്ല വ്യൂ ആണ്. അങ്ങനെ ചുറ്റും റൗണ്ടിലാലോ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്ക് പോയാലും നല്ല രസമുള്ള വ്യൂസ് തന്നെയാണ് എല്ലാ ഭാഗത്തുനിന്നും. കുറേ ഇങ്ങനെ ബോട്ടും പിന്നെ കുറേ കിളികളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നിൽക്കുമ്പോൾ. നമ്മുടെ മൈൻഡ് തന്നെ ഒരു കാമാവും കേട്ടോ. നല്ലൊരു മനസ്സമാധാനം എന്ന് പറയില്ലേ, അങ്ങനെ നല്ലൊരു മനസ്സമാധാനം കിട്ടും അവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഈ വെയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നല്ല നല്ല തണവും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ബോട്ട് പോണതും എല്ലാതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മനസ്സിന് നല്ല കുളിർമ കിട്ടണ കാഴ്ചകളായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്തി. ഏറ്റവും മുകളിലത്തെ നിലയിൽ നിൽക്കുമ്പോൾ ഒന്നും കൂടി നന്നായി ആ സിറ്റി ഫുള്ള് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വ്യൂസൊക്കെ കണ്ട് ഇങ്ങനെ ഭാവി കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ ആ വാട്ടർ ഷോ വീണ്ടും നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ കുറേ നേരം പോയി അതിങ്ങനെ നിന്ന് കണ്ടു. ചെറിയൊരു മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ വാട്ടർ ഷോ കാണാൻ. പിന്നെ നമ്മൾ ആ മോളിൽ നിന്ന് തന്നെ നമുക്കൊരു വഴി ഉണ്ടായിരുന്നു പഴയ അൽക്കൂത്ത് മാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൽ കൂടെ കയറിയിട്ട് ഇത് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇവിടെ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടെന്നൊക്കെ അറിയണത്. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല പഴയ മാളിലുണ്ടെന്ന്. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. അവിടെ ഇങ്ങനെ KSRTC പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു KSRTC ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് ബിരിയാണി കഴിക്കണ പോലെ ഉണ്ടായിരുന്നു. പിന്നെ മുട്ടയൊക്കെ കണ്ടപ്പോൾ നമ്മൾ അതിശയിച്ചു കേട്ടോ. കാരണം മുട്ടയൊന്നും അങ്ങനെ എല്ലാ ബിരിയാണിയിലും കിട്ടാറില്ലല്ലോ ഇപ്പോൾ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ലൈമും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലുലുവിലേക്ക് പോയി നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന്. ലുലുവിലാണ് എനിക്ക് ഇവിടെ വെജിറ്റബിൾസൊക്കെ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കിട്ടണ പോലെ തോന്നിയുള്ളത്. അപ്പോൾ നമ്മൾ ലുലുവിന്ന് നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഈ വട്ടം കുറച്ച് അധികം ഉണ്ടായിരുന്നു. നമ്മൾ അരിയും ഗോതമ്പും എല്ലാം വാങ്ങാണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു.